സ്വതന്ത്ര പലസ്തീനെ പിന്തുണച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയിൽ. ജനറൽ അസംബ്ലി 142 രാജ്യങ്ങൾ ദുരാഷ്ട്ര പരിഹാരത്തെ പിന്തുണച്ചു, 10 രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. ജൂലൈയിൽ ഫ്രാൻസും സൗദി അറേബ്യയും തയ്യാറാക്കിയ പ്രമേയമാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ അംഗീകരിക്കപ്പെട്ടത്. ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ജിഷ്ണു, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം, അത് പാസ്സായിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല, ഏതൊക്കെ രാജ്യങ്ങൾ അതിനെ പിന്തുണച്ചു, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് കൃത്യമായ നിലപാട് പറയൽ കൂടിയാണ്. ഈ വിഷയത്തിലൊക്കെ നേരത്തെ എടുത്ത സമുദ്ര നിലപാടൊക്കെ പല രാജ്യങ്ങളും തിരുത്തുന്നു. അവർ കൃത്യമായ നിലപാടുമായി രംഗത്ത് വരുന്നു. ഏതൊക്കെ രാജ്യങ്ങളാണ് എതിർത്തത്? ഇതിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയൊക്കെ നിലപാട് എന്താണ്? പ്രജിൻ, വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ ഡെവലപ്മെന്റ് ആണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ 142ഓളം രാജ്യങ്ങൾ ദുരാഷ്ട്ര പരിഹാരത്തെ അംഗീകരിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇസ്രായേലും അമേരിക്കയും ഹംഗറിയും അർജന്റീനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തത്. ഈ ദുരാഷ്ട്ര പരിഹാരം സാധ്യമല്ല, അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന തരത്തിൽ വോട്ട് ചെയ്തത്. അതേസമയത്ത് അമേരിക്കയോട് ഏറെ അടുത്തു നിൽക്കുന്ന ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തു എന്നിടത്ത് അമേരിക്കയും ഇസ്രായേലും ഈ വിഷയത്തിൽ ഒറ്റപ്പെടുകയാണ് എന്ന സന്ദേശം മുന്നോട്ട് വെക്കാനാണ് ജനറൽ അസംബ്ലിയിൽ മറ്റ് രാജ്യങ്ങൾ ശ്രമിച്ചത്. ഫ്രാൻസ്, സൗദി അറേബ്യ, അതുപോലെ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിശക്തമായി തന്നെ നേരത്തെ സ്വതന്ത്ര പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. സ്വതന്ത്ര പലസ്തീനെ അവർ ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കാനിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലി പ്രധാനമന്ത്രി, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത് പലസ്തീൻ എന്ന് പറയുന്ന ആശയത്തെ തന്നെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവരുടെ മന്ത്രി ബസലേൽ സ്മോട്രിച്ച് ഇതിനു മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതാണ് പലസ്തീൻ എന്ന ആശയം തന്നെ തകർക്കുക എന്നതാണ് ഒക്യുപ്പൈ ഗാസ സിറ്റി എന്ന് പറയുന്ന മൂവ്മെന്റിലൂടെ അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പലസ്തീൻ എന്ന ആശയത്തെ തന്നെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 142ഓളം രാജ്യങ്ങൾ ഈ പ്രമേയത്തെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഖത്തറിനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖത്തറിന്റെ അടുത്ത നീക്കം എന്താകുമെന്ന ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഖത്തറിന് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? ഖത്തറിന് ഒരുപാട് വ്യാവസായിക ഉടമ്പടികൾ അമേരിക്കയുമായുണ്ട്. ഈ അടുത്താണ് $1.2 ട്രില്യൺ ഖത്തർ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തത്, നിക്ഷേപിച്ചത്. ആ സാഹചര്യത്തിൽ അമേരിക്കയുടെ പിന്തുണ കൂടിയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ എന്ത് സ്റ്റാൻഡ് എടുക്കും ഖത്തർ എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴാണ് ദുരാഷ്ട്ര പരിഹാരത്തെ അംഗീകരിച്ചുകൊണ്ട്, പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് 142 രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ രംഗത്തെത്തുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വരും ദിവസങ്ങളിൽ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് UN ജനറൽ അസംബ്ലിക്ക് ശേഷം ഒരു 1 ഡേ കോൺഫറൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കോൺഫറൻസ്, ഈ ദുരാഷ്ട്ര പരിഹാരവുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് നടക്കാനിരിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഈ വിഷയത്തിൽ ഒറ്റപ്പെടുകയാണോ എന്ന ചോദ്യം, ആ സന്ദേശമാണ് മുന്നോട്ട് വെക്കാൻ ഈ രാജ്യങ്ങളെല്ലാം ശ്രമിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട സംഭവം ആണ് നടന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നമുക്കറിയാം, ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായിട്ട് ഖത്തറിൽ ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കാനിരിക്കുന്നു. ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ ഒരു വലിയ മൂവ്മെന്റിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നാണ് നമ്മൾ ഇനി നോക്കിക്കാണേണ്ടത്. പ്രജിൻ, ജിഷ്ണു ആണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, ഒരു പ്രമേയം, അത് ഐക്യരാഷ്ട്രസഭയിൽ പാസ്സാക്കിയിരിക്കുന്നു. സ്വതന്ത്ര പലസ്തീനെ പിന്തുണച്ചുകൊണ്ടാണ് ആ പ്രമേയം പാസ്സായിരിക്കുന്നത്. ജനറൽ അസംബ്ലിയിൽ 142 രാജ്യങ്ങളാണ് പൊതുസഭയിൽ ഈ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. ജിഷ്ണു രവീന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.